വെൽക്കം ടു ഡ്യൂവാസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ പിസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വന്നിട്ട് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. മാവ് കുഴയ്ക്കുകയും പരത്തുകയും അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ സ്കൂൾ ലീവിന് കുട്ടികൾക്ക് ഒരു ദിവസമെങ്കിലും ഇത് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, കുറച്ച് മതിയല്ല. ഇതിപ്പോൾ 2 പച്ചമുളക്, വലുതാണെങ്കിൽ 1 മതി. പിന്നെ ടൊമാറ്റോ ഇത്രയും തന്നെ ആവശ്യം വരത്തില്ല, അതിൻ്റെ ഒരു 1/4 ഭാഗം മതി. സവാള ഇത്രയും എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 6 ബ്രെഡ് വേണം. ഞാനൊരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണം. ഓക്കെ, ഇതുപോലെ വെച്ചിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ഷേപ്പായിട്ട് വരണം അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇതുപോലത്തെ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. ഞാൻ ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഞാൻ മുഴുവനും കട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 മുട്ട എടുക്കുന്നുണ്ട്. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. 3 മതി. നമ്മൾ 6 ബ്രെഡാണ് ഇപ്പോൾ എടുക്കുന്നത്. ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നു. 1 ടീസ്പൂൺ കേട്ടോ. പിന്നെ വന്നിട്ട് 1 സ്പൂൺ പഞ്ചസാര, ചെറിയ സ്പൂണാണ്, ടീസ്പൂണിൻ്റെ അത്രയേ ഉള്ളൂ. എന്നിട്ട് കുറച്ച് ഉപ്പ് വന്നിട്ട് അതും ഇതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഞാൻ വളരെ സൂക്ഷിച്ചാണ് ചെയ്യുന്നത്. ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണേ. 1/2 കപ്പ് പാല്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തു. ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് അതിട്ട് കൊടുക്കാം. ആ മുഴുവൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇട്ട് കൊടുക്കുകയാണേ. അപ്പം നമ്മുടെ പിസ്സയ്ക്കുള്ള ബേസാണിത്. അത്രയും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ മിക്സ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. പിന്നെ തീരെ മാവ് പോലെ ഒന്നും ആക്കണമെന്നൊന്നുമില്ല. ചെറിയ ബ്രെഡ് ചെറിയ പീസായിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനത് ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ചെയ്യാൻ തുടങ്ങാം. ഗ്യാസ് ഓൺ ചെയ്തു. ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കാം. ഓയിൽ എന്ന് പറയുമ്പോൾ പിന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്തരുത് കേട്ടോ. പിന്നെ ഒലീവ് ഓയിൽ വേണമെങ്കിൽ ശകലം ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ, അതും ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നു. ബട്ടർ ഉണ്ടെങ്കിൽ മാത്രം അത് ചേർത്താൽ മതി. ബട്ടർ തന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. എല്ലായിടത്തും ഈ ബട്ടർ ഒന്ന് പുരളാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ മീഡിയത്തിനും ലോക്കും ഇടയ്ക്ക് ഫ്ലെയിം വെച്ചോണേ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പിസ്സ കരിഞ്ഞു പോകും. നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ചൂട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഓരോ സ്റ്റൗ ഓരോ ചൂടിലാണ്. അതുകൊണ്ട് നമ്മൾ
അത് നോക്കിയിട്ട് വെക്കണം. അതായത് നമ്മുടെ ഈ ബേസ് കരിഞ്ഞു പോകരുത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചൂടാട്ടെ. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണേ. ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതേ ഷേപ്പിൽ നല്ല റൗണ്ടായിട്ട് പരത്തണം. അത് കൈവച്ച് പരത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഫ്ലെയിം വന്നിട്ട് ശ്രദ്ധിച്ചോണം, കുറച്ച് വെക്കണം. എല്ലാം ഈ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ആ വശം വെന്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചെടുക്കണം. ഓക്കെ, ഇപ്പോൾ ബ്രെഡും മുട്ടയും ഒക്കെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആണല്ലോ, അതെല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ, ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഇതിൽ ചിലപ്പോൾ കരിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടട്ടെ. ഒരു 10 മിനിറ്റ് ആവും ഇത് കേട്ടോ, തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ഇളക്കി നോക്കണ്ടോ, ഇതുപോലെ മൂവായി വരുന്നുണ്ട്, വെന്തിട്ടുണ്ട്. നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, ഒരു 8-10 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. ലോ ഫ്ലെയിമിലാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതിനെ നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റും. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട്, അതായത് ഇങ്ങനെ വെച്ചിട്ട് അമർത്തി കൊടുക്കുകയാണെങ്കിൽ പ്ലേറ്റിൽ വീണോളൂ. ഓക്കെ, എന്നിട്ട് ഇതുപോലെ തന്നെ അതിൽ മാറ്റിയെടുക്കാം. ഇതിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് എനിക്കിപ്പോൾ ഒരു 6-7 മിനിറ്റ് ആയുള്ളൂ. നല്ല രീതിയിൽ ചുമന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ശരിക്കും ലോ ഫ്ലെയിമിലാണ്, വലിയ അടുപ്പമല്ല, മിഡിലായിട്ടുള്ള സ്റ്റൗവിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള കാര്യമല്ലേ, അതുകൊണ്ട് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ മൊസറല്ല ചീസാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പുറത്ത് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. അതായത് ഇപ്പോൾ ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. ഒലിവ് ഉണ്ടെങ്കിൽ ഒലിവും വെക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഒലിവില്ല, അതുകൊണ്ട് ഞാനിത് വയ്ക്കുന്നില്ല. എന്നിട്ട് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. സവാള ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇട്ട് കൊടുക്കാം. പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കണം. എല്ലാം ഓരോ പീസ് കുറച്ച് കുറച്ച് ഇട്ടോളൂ. പക്ഷെ എന്നിട്ടും കണ്ടോ നമുക്ക് നിറച്ചായി. അപ്പം നമ്മൾ ഇത്രയല്ലേ ഉണ്ടാക്കുന്നത്. പച്ചമുളക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ പുറത്ത് ഇനി കുറച്ച് ചീസും കൂടെ ഇട്ട് കൊടുക്കാം. ചീസൊക്കെ എത്ര വെച്ചാലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. നമുക്ക് ഈ നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടണം. അതുവരെ നമ്മളൊന്ന് ഇതിൽ വെച്ചിരിക്കണം. ഓക്കെ, ഒരു 5-6 മിനിറ്റ് ആവും.
നമ്മളിപ്പോൾ നേരത്തെ മറച്ചിട്ട് കഴിഞ്ഞിട്ട് ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത സമയം പോയിട്ടുണ്ട്. അത്രയും സമയം നമുക്ക് കുറച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഇടയ്ക്ക് തുറന്നു നോക്കണം. ഈ നമ്മുടെ ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് വിട്ടുപോയി. ഇതിൻ്റെ പുറത്ത് നമുക്ക് അവസാനം കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കണം. എനിക്ക് മറന്നു പോയതാണ്. കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഒറിഗാനോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ വരെയില്ല പൊടിച്ചതിൻ്റെയാണേ. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം. അത് നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ പിസയ്ക്ക്. 1 ടീസ്പൂൺ മതി കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ പിസയുടെ മണം ഇല്ല. ഞാനിപ്പോൾ നോക്കിയപ്പോഴുണ്ട് അടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ കൂടെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് നല്ലതാണ്, കുറച്ച് എരിവിൻ്റെ ഇത് കിട്ടും. ഓക്കെ, എല്ലാവരും ഇപ്പോൾ നമ്മുടെ ചീസ് മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി കട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ചീസൊക്കെ കൂടെ ഇട്ടിട്ടുള്ളതുകൊണ്ട് നമ്മുടെ പിസ്സ വന്നിട്ട് നല്ല ഒരു ഇതിലായിരിക്കും കിട്ടും. ഓക്കെ, ഞാനത് ഇതിന് പ്ലേറ്റിലോട്ട് മാറ്റിയെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ആ പാത്രം ചൂടായത് കാരണം കട്ട് ചെയ്തെടുക്കാം പാടാം. കട്ട് ചെയ്യുന്ന ഒരു റൗണ്ടുണ്ട്, അതാണ് ഇച്ചിരി കൂടെ നമുക്ക് ഈസി ആയിരിക്കും കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഉണ്ടോ, ഇവിടെ പിസ്സ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് എടുത്തിറങ്ങി ചീസൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. പെട്ടെന്ന് നമുക്ക് വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവേദം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.